യൂട്യൂബിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ഫിഷ് ഫ്രൈ എനിക്ക് ഉണ്ടാക്കി തരോ? ഓക്കെ, എന്നാ ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഉള്ളി, ചെറിയ പുളി, വേപ്പില, 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ കഴിക്കണില്ലേ, അപ്പോൾ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടെന്ന് കരുതിയാണ് 2 കഷ്ണം വെളുത്തുള്ളി എടുത്തത്. പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ ഉള്ളി നമുക്ക് ചായക്കാം. ഉള്ളി വെളുത്തുള്ളിയും കൂടി ഞാൻ ചായച്ചിട്ടുണ്ട്. അത് ആ പാനിലേക്ക് ഇടാം. അത് ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിട്ട് നന്നായി വാടട്ടെ. വാടി വരുമ്പോൾ ആ സമയം കൊണ്ട് ഉപ്പിട്ട് വാടി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് പുളി വെള്ളത്തിലിടാം. ഉണ്ടപ്പുളിയാണല്ലോ, അത് വെള്ളത്തിലിട്ട് നന്നായി പുളിവെള്ളം ആക്കിയെടുക്കുക. നന്നായി കൈ കൊണ്ട് ഞെരടിയാൽ മതി. അപ്പോഴത്തേക്കും അതിലെ കച്ചറയൊക്കെ കളഞ്ഞിട്ട് ആ വെള്ളം മാത്രം അരച്ചെടുക്കുക. പിന്നെ ഉള്ളി വാടുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടാം. വേപ്പിലയുടെ ഫ്ലേവർ തിളക്കം തന്നെ പിടിച്ചോട്ടെ. അത് വാടി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് അവിടെ നിന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഉപ്പും ഉള്ളിയും മഞ്ഞളും നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് നന്നായി തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. കാരണം മീനിക്ക് അധികം വേവൊന്നുമില്ലല്ലോ, നമുക്ക് നന്നായി മൊരിഞ്ഞും കിട്ടണം. അപ്പോൾ അത്യാവശ്യം ആ വെള്ളമൊന്ന് നന്നായി തിളച്ച് വറ്റി തുടങ്ങുന്ന സമയത്ത് മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. അതുവരെ നമുക്ക് ഇളക്കി കൊണ്ട് വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കിയാൽ മതി. കൈവിടാണ്ടൊന്നും ഇളക്കണമൊന്നുമില്ല. അത് അവിടെ നിന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഈ സമയത്താണ് ഉപ്പും പുളിയൊക്കെ നോക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. കാരണം പുളിവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഉപ്പ് കുറയുമല്ലോ. പിന്നെ മീനിക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. നമ്മൾ മീനിൽ വേറെ മസാല വേറെ ചേർക്കുന്നില്ല. ഈ മസാലയിൽ തന്നെ കിടന്ന് ഫ്രൈ ആയിട്ട് മീൻ വരണം. അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വറ്റി വരുന്ന ഇതാണ്. നമുക്കിനി മീനിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 അയിലയാണ് എടുത്തേക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ. ഒരു സൈഡ് അയില ഇട്ടിട്ടുണ്ട്. അയില ഫസ്റ്റ് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ മേലെ മസാല പിടിക്കാനായിട്ട് നമുക്ക് സ്പൂണിൽ മസാല അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മീൻ മറിച്ചിട്ട് കൊടുക്കാതെ നമുക്കിനി മീൻ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. മറിച്ചിടുമ്പോഴത്തേക്കും മേലെ കിടക്കുന്ന ഭാഗത്ത് പാനിൽ കിടക്കുന്ന മസാല നമുക്ക് തേച്ച് കൊടുക്കാം. മീൻ ഇനി മൊരിയണ്ടേ, അപ്പം മസാല പിടിച്ച് മൊരിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറാണ്. മിക്ക ആളുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാത്ത ആളുകൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ഐറ്റമാണ് മക്കളെ. എന്താണെങ്കിലും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എൻ്റെ മോള് പറഞ്ഞപ്പോൾ ഇത്രയും ടേസ്റ്റാണെന്ന് ഞാൻ കരുതിയില്ല. ഞാനിപ്പോഴാണ് ഇത് ഉണ്ടാക്കണം, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ മസ്റ്റ് ട്രൈ ആണ് മക്കളെ. എന്താണെങ്കിലും നമ്മുടെ ഫിഷ് അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറട്ടെ. ഫ്ലെയിം എന്താണെങ്കിലും ഓഫ് ചെയ്യാം. മസാലയ്ക്ക് ബാക്കിയുള്ള മസാലകൾ മീനിൻ്റെ മേലേക്ക് തേച്ച് കൊടുക്കുക.
അത്യാവശ്യം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ മീൻ തിരിച്ചിരുന്നതിന് ബാക്കിയുള്ള മസാല എന്താണെങ്കിലും മീൻ മേലെ തേക്കുന്നതിന് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മൊരിഞ്ഞിട്ട് മേലെ മൊരിഞ്ഞ ഒരു ഇതൊക്കെ കാണുന്നുണ്ടോ? ഇനി മൂക്ക് കൊടുത്ത് നോക്കാം എന്താ അഭിപ്രായം എന്നറിയാം. സൂപ്പർ ഉമ്മ.